രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇന്ത്യക്കാർക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. പരമാവധി വിദേശയാത്രകൾ ഒഴിവാക്കണം, സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കുകയോ ഇല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാൻ ശീലിക്കണം, കാർഷിക മേഖലയിൽ നിലവിലുള്ള രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം തുടങ്ങിയ ഉപദേശങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത്? ഉപദേശങ്ങൾ എപ്പോഴും ആരോഗ്യകരമാണ്. വിശിഷ്യ 75 വയസ്സ് പിന്നിട്ട ഒരു ഇന്ത്യൻ പൗരൻ, അവരെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഇന്ത്യൻ ജനങ്ങൾക്ക് ഇത്തരം ഉപദേശങ്ങൾ നൽകുന്നതിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം ചില ഉപദേശങ്ങൾ നൽകുന്നത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി മറന്നുപോയത് കൊണ്ടാണ് എന്ന് ആർക്കും പറയാതിരിക്കാൻ കഴിയുകയില്ല. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷിതത്വം, ഊർജ സുരക്ഷിതത്വം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഭരണാധിപന്മാർ ബാധ്യസ്ഥമാണ്. നമ്മുടെ രാജ്യമെടുത്താൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ രാജ്യം എന്ന ഖ്യാതി നമുക്കുണ്ട്. അങ്ങനെ രാജ്യം ക്രൂഡ് ഓയിൽ, പെട്രോളിയം വിഭവങ്ങൾ ലക്ഷ്യം വെച്ച് ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായി മധ്യേഷ്യയിൽ നിന്നാണെന്ന് നമുക്കറിയാം. മധ്യേഷ്യയിലാണെങ്കിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നിരന്തരമായ രാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ, അവരുടെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കണമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി 1/4 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ആവർത്തിച്ച് ഓരോ രാജ്യത്തെയും ഓർമ്മിപ്പിച്ചത്. ഈ വിഷയത്തിലാണ് കഴിഞ്ഞ 12 വർഷമായി 100% നിരുത്തരവാദപരമായിട്ടാണ് മോദി സർക്കാർ പ്രവർത്തിച്ചതെന്ന് കണക്കുകൾ നമ്മളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. നോക്കൂ, ചൈന എന്ന രാജ്യം ജനസംഖ്യയിൽ ഇന്ത്യ കഴിഞ്ഞാൽ 2ാമത്തെ രാജ്യമാണ്. അവരും ഇതുപോലെ മറ്റു രാജ്യങ്ങളെയാണ് ക്രൂഡ് ഓയിൽ ലഭിക്കുവാൻ ആശ്രയിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യം അവർക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ മുഖ്യ പങ്കും ഹോർമുസ് കടലിടുക്കിലൂടെ വാങ്ങിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനാഷണൽ എനർജി ഏജൻസി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ പോലെ 90 ദിവസം ആവശ്യമായ ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കാൻ ശേഷി ഉണ്ടാക്കണമെന്നായിരുന്നു. ഇതിനെയാണ് സ്ട്രാറ്റജിക് പെട്രോൾ റിസർവ് എന്ന് സൂചിപ്പിക്കുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് പെട്രോൾ റിസർവ് SPR അതിൻ്റെ സംഭരണ ശേഷി 2,10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഭരണശേഷി 10 ദിവസത്തെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രമേ ഉതകുന്നുള്ളൂ എന്നാണ്. നോക്കൂ, ഇന്ത്യ 2,10,00,000 ബാരൽ ക്രൂഡ് ഓയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം മാംഗ്ലൂരിലും വിശാഖപട്ടണത്തും കർണാടകത്തിലെ പാതൂരിലും ഒരുക്കുമ്പോൾ ആ രംഗത്ത് കഴിഞ്ഞ 12 വർഷമായി ഒരടി പോലും മുന്നോട്ട് വെക്കുവാനുള്ള ഇടപെടൽ മോദി സർക്കാർ നടത്തിയിരുന്നില്ല. എന്നാൽ ചൈനയെ പോലുള്ള രാജ്യം അവർ 140 കോടി ബാരൽ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഒരുക്കിയത് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ 6 മാസവും എന്തെങ്കിലും വിഷയത്തിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകാതിരുന്നാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി പെട്രോളിയം വിഭവം ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കും. നോക്കൂ, ജപ്പാൻ എന്ന ചെറിയ രാജ്യം, ജനസംഖ്യയിൽ ഒരുപക്ഷെ വളരെ ചെറിയ സംസ്ഥാനങ്ങൾ, കേരളത്തെക്കാൾ വലിപ്പമുള്ള സംസ്ഥാനങ്ങൾക്ക് തുല്യമായ ജനസംഖ്യ മാത്രമുള്ള രാജ്യം ഏതാണ്ട് 24.5 കോടി ബാരൽ ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കാൻ അവസരമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ രാജ്യത്തെ 2014 മുതൽ ഭരണം നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ ജനങ്ങളുടെ ദേശീയബോധം നിരന്തരമായി വളർത്തുവാൻ യുദ്ധത്തെപ്പറ്റിയും അതിർത്തി തർക്കത്തെപ്പറ്റിയും പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്ത്
ക്രൂഡ് ഓയിൽ ശേഖരം വേണ്ട വിധത്തിൽ സൂക്ഷിച്ചു വെക്കാൻ ഒരടി പോലും അവസരമുണ്ടാക്കാതെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിച്ച 3 സ്റ്റേഷനുകളിൽ മാത്രം കാര്യങ്ങൾ ചുരുക്കുന്നത്, മറ്റ് 2 ഇടങ്ങളിൽ പണി തുടങ്ങിയിട്ടും കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രാജ്യത്ത് വലിയ ക്രൂഡ് ഓയിൽ ക്ഷാമം വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകി കോവിഡ് കാലത്തെ പോലെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന ഉപദേശം നൽകി കേവലം ഉപദേശിയായി ചുരുങ്ങുന്നു എന്നത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇന്ത്യൻ ജനങ്ങളോട് കാട്ടുന്ന ക്ഷമിക്കാൻ കഴിയാത്ത നിരുത്തരവാദപരമായ നിലപാടാണ് എന്ന് ഇന്ത്യൻ പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്.